അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർപടാർ എല്ലാം ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടെ വിട്ടു പോകരുത്. ഇത് ആര്യാടൻ ഷൗക്കത്തിന് വൈകാരിക നിമിഷം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മലപ്പുറത്തെ കോൺഗ്രസിന്റെ ഒരുപക്ഷെ മുടിചൂടാ മന്നൻ തലപ്പൊക്കം ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിന് ശേഷം അവിടെ മത്സരിക്കുന്നു. ഷൗക്കത്ത് പരാജയപ്പെട്ടു പോകുന്നു. നിങ്ങളെല്ലാവരും ഇരുന്ന് പറഞ്ഞല്ലോ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന്. എന്താ 75.27% വോട്ടിംഗ് എങ്ങനെ വന്നത്? ഇതിന് മുമ്പ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചല്ലോ, 63.1 വന്നുള്ളൂ. എന്താ വ്യത്യാസം? ഇനിയും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിഷയം ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അൻവറിന് ഒരു മാറ്റമില്ല. അൻവർ പിണറായിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിലൊരു പ്രധാന വിഷയമാണ് മലയോരം, മറ്റൊന്ന് പോലീസാണ്. കഴിഞ്ഞ ഒരു വോട്ടിങ്ങിലും എനിക്ക് ചെയ്യായിരുന്നില്ല. എല്ലാവർക്കും 9 വർഷം ജനപ്രതിയായിരുന്ന ആൾ അങ്ങനെ ചുമ്മാ ജനപ്രതിയായിരുന്നത് അല്ല, അദ്ദേഹത്തിനോട് സ്വാധീനം ഉണ്ടെന്ന് തെളിയിക്കുന്ന വോട്ട് തന്നെയാണ്. അപ്പൊ അൻവറിന്റെ ഡിമാൻഡ് എന്തായാലും പോകാൻ പോകുന്നില്ല. സ്കേൻ അൻവർ അത്രയും വോട്ടുള്ള സ്വാധീനമുള്ള ആളാണെന്ന് അറിയുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് അൻവറിനെ കൂടെ കൂട്ടാൻ ആൾക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ എങ്ങനെ ഏത് വഴി ചർച്ച എന്നൊന്നും അറിയില്ല. എന്തായാലും അൻവർ ശക്തി അറിയിച്ചു, അൻവർ കരുത്തറിയിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മോനെ, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോ എന്തായാലും പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. ആ വഞ്ചനക്കുള്ള മറുപടി, കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള മറുപടി, മലയോര മേഖലയിലെ ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള മറുപടി. ബിജെപി മുന്നണി സ്ഥാനാർത്ഥിയൊക്കെ ബഹുദൂരം പിന്നിലാക്കി അശ്വമേധം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആയിരങ്ങൾ ആഹ്ലാദാരവങ്ങൾ പങ്കുവയ്ക്കാൻ നിലമ്പൂരിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. UDF പ്രവർത്തകരാകെ ആവേശഭരിതരായി ആവേശത്തിന്റെ അലകടലായി മാറുന്ന കാഴ്ചയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ലീഗ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ള UDF ഘടകകക്ഷികളും എല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ ഉയർത്തിയിരിക്കുകയാണ്. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ, എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. എന്താണ് ഒരു ഗൂഢാലോചന? ചില ഇലക്ഷൻ തന്ത്രങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. ഓരോന്ന് പ്ലാൻ ചെയ്യണോ? ഇനിയെങ്കിലും നന്നാവും നോക്കടാ ചേട്ടൻ. തന്നോട് ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായി? എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാവർക്കും ആയില്ലേ? നിന്റെയൊക്കെ അഭ്യാസം തമിഴ്നാട്ടിലല്ലാതെ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. മണ്ഡലത്തിൽ പൊതുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലായിടത്തും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ലീഡ് 10,000 വോട്ടുകൾക്ക് വിജയിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്നു വേണ്ടി ഒന്ന് പറഞ്ഞു കളയാം. 1 0 2 5 6 10,256 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുനീക്കുന്നതാണ്. പോട്ടെ രമേ, പോട്ടെ രാധേ, പോട്ടെ എന്തു, പോട്ടെ തോട്ടെ MLA.